അയ്യപ്പ ശരണം. ക്ഷേത്ര ആചാരങ്ങളിൽ തന്ത്രിക്ക് പരമാധികാരം നൽകാമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചുകൊണ്ടുള്ള ചർച്ച അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും അറിയുവാൻ ഇനിയും ഏറെ കാര്യങ്ങളുണ്ട്. പക്ഷേ പറഞ്ഞു വെച്ച ഒരു പ്രധാന കാര്യത്തിലേക്ക് വീണ്ടും നമ്മൾ ചെല്ലേണ്ടതുമുണ്ട്. പരമാധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കിയത് നമുക്ക് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളും തന്ത്രിക്കുള്ള പരമാധികാരത്തെയാണ്. എന്നാൽ ഈ തന്ത്രിക്ക് സ്ഥാനമൊഴിയണമെങ്കിൽ, തന്ത്രി സ്ഥാനമൊഴിയാൻ തയ്യാറല്ല എങ്കിൽ ആ സ്ഥാനമൊഴിയുവാൻ നിഷ്കർഷിക്കുവാൻ പ്രത്യേകിച്ച് ആളുകളുണ്ടായിരുന്നുവോ മുൻപ് കാലത്ത്? നമുക്കങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്? നാടുവാഴിക്കോ ദേശവാഴിക്കോ അല്ലാതെ. ഇവിടെ തിരുവനന്തപുരത്തെ രാജാവിൻ്റെ തുല്യ അധികാരമുണ്ടായിരുന്ന ആളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ അധികാരം പ്ലസ് ക്ഷേത്രത്തിൻ്റെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഊരാഴ്മയിലെല്ലാവരും ധർമ്മബോധമുള്ളവർ, നിയമജ്ഞർ, അന്നത്തെ കാലത്തെ നിയമജ്ഞർ, ഇങ്ങനെയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ഇത് ശരിക്ക് വാദിക്കാനും ജയിക്കാനും വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ അല്ല. ഇംഗ്ലീഷിൽ 3 വാക്ക്: ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്. അഭിപ്രായങ്ങൾ എല്ലാവരും പറയുക. എന്നിട്ട് ഈ ഒരു വലിയ ഗ്രാമത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ് ക്ഷേത്രം. ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷയാത ത്രായതേ ഇതി ക്ഷേത്ര. മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ. 6 എണ്ണത്തിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് നന്മ വരുത്തുന്ന കേന്ദ്രമാണ് ക്ഷേത്രം. അതൊരു പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്. അവിടുത്തെ വിഗ്രഹം ആ പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായിട്ടാണ് കണക്കാക്കുക. ഇപ്പോൾ ഒരു ഗ്രാമമാണെങ്കിൽ ഗ്രാമാധിപതിയായിട്ടാണ് കണക്കാക്കുക. ആ ഗ്രാമാധിപതിയുടെ സെക്രട്ടറിയുടെ സ്ഥാനം പിന്നീട് പിതാവിൻ്റെ സ്ഥാനം, സെക്രട്ടറി സ്ഥാനം ഈ തന്ത്രിക്ക് വരുന്നുണ്ട്. ആ തന്ത്രിയെ മാറ്റണമെങ്കിൽ കുറേ ക്രൈറ്റീരിയൻ ഉണ്ട്. ശിക്ഷാഗ്രന്ഥത്തിൽ 64 നിയമത്തിൽ വേദം പഠിക്കാൻ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാറ്റണമെങ്കിൽ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ ഒരാളോടുള്ള പക തീർക്കാനല്ല. അവിടെയൊക്കെ ആ ക്ഷേത്രത്തിൻ്റെയും വിഗ്രഹത്തിൻ്റെയും ആ പ്രദേശത്തിൻ്റെയും ജനങ്ങളുടെയും സ്ഥിരവും ശാശ്വതവുമായ നന്മയ്ക്കാണ്, സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ. അത് ആ വ്യക്തി കൂടി അംഗീകരിക്കുന്ന, അദ്ദേഹത്തിനെ കൂടി അംഗീകരിപ്പിക്കുന്ന വിധത്തിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റത്തിന് കൃത്യമായിട്ട് ഭരണാധികാരികൾ, പഞ്ചായത്തിലെ പ്രധാനപ്പെട്ടവർ, നിയമജ്ഞർ, ആത്മീയതയിലെ ആചാര്യന്മാർ, ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ഈ മാറ്റൽ എന്ന് പറയുന്നത്. ഒരു ഭീകരമായ ഭയാനകമായ, രാഷ്ട്രത്തിന് ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല. അത് അവരുടെയും കൂടി കൺസെൻറ്റോട് കൂടിയാണ് ഇത് ചെയ്തിരുന്നത്. അതായത് ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അക്കോമഡേഷൻ. അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് എ നെഗറ്റീവ് വേർഡ്, അക്കോമഡേഷൻ ഈസ് എ പോസിറ്റീവ് വേർഡ്. അതോടുകൂടിയാണ് മാറ്റിയിരുന്നത്. അതൊരിക്കലും ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട വാശി, പക ഒക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ വരുന്നത് വാശിയും പകയും എല്ലാമാണ്. ഈ ശബരിമല അദ്ദേഹം ഒരു മഹാവാക്യത്തെ, ആ ഉപനിഷത്ത് വാക്യത്തെ സന്ദേശമായിട്ട് കൊടുക്കുമ്പോൾ, ഒരു സാധാരണ മനുഷ്യൻ ശബരിമലയിലെ 18 പടികൾ കയറി ചെല്ലുമ്പോൾ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വ്യക്തി ചൈതന്യത്തെ ഉണർന്നവനായിരിക്കണം. അതിനുള്ള ക്രിയകളാണ്, അതായത് ഇരുമുടിക്കെട്ടാകട്ടെ, ഗുരുസ്വാമി ആകട്ടെ, മുദ്രമാല ധാരണമാകട്ടെ, എന്തു തന്നെയാണെങ്കിലും അതിനെ സിംബോളിക്കായിട്ട് ആ ആചാരങ്ങൾ തുടർന്നാൽ മാത്രമേ നിനക്ക് നിൻ്റെ ഉള്ളിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോഹം ഭാവയത് പൂജയത്ത് എന്നാണ്. ആ സഹ അഹം എന്നുള്ള ഭാവം, തത്വമസി മഹാവാക്യത്തെ ഉൾക്കൊള്ളാനാണ് ശബരീശൻ തൻ്റെ തപശ്ചര്യയിൽ ഇരുന്നു കൊണ്ട് ആ എന്താ പറയുക ചിൻ മുദ്രയിലൂടെ കാണിക്കുന്നത്. ആ ഒരു ഭാവം മനസ്സിലാക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഈ കാണുന്ന മൂല്യശോഷണത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഉയരാൻ പറ്റുന്നത്. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ നന്നായി കഴിഞ്ഞാൽ ആ കുടുംബം, സമൂഹം, രാഷ്ട്രം, സാർ എപ്പോഴും പറയാറുണ്ട്, ആ ഉന്നതിയിലേക്ക് ഓരോ വ്യക്തിക്കും ആദ്യം അവനവൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞ് അത് കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ ബാക്കിയുള്ള ആചാരങ്ങളെ ലംഘിക്കാനും വിധി നിഷേധങ്ങളിലേക്ക് പോകാനും. തൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അതെങ്ങനെ മനസ്സിലാക്കും? തന്ത്രശാസ്ത്രമാണോ അല്ല ഏത് ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടിയാലും ഏതെങ്കിലും ഒന്നിൽ ഊന്നി നിന്നുകൊണ്ട് തൻ്റെ ആത്മശക്തിയെ ഉണർന്ന് ആ തത്വമസി മഹാവാക്യം മനസ്സിലാക്കി ഒരു പ്രാവശ്യം തൻ്റെ അധോമണ്ഡലത്തിൽ ഏത് ജീവാണുവും ഒരു ആത്മതലത്തിൽ നിന്ന് ഒരു ജീവതലത്തിലേക്ക് വരുമ്പോൾ ആ ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന മോക്ഷത്തിൻ്റെ 4ാമത്തെ തലത്തിലെത്തണമെങ്കിൽ ആ ജീവൻ ഒരു യാത്രയുണ്ട്. അത് ശരീരത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ്. തൻ്റെ മൂലാധാര ചക്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര സഹസ്രാര പത്മമാകുന്ന ആ ശ്രീകോവിലിനുള്ളിൽ ചെന്ന് ശബരീശ പീഠത്തിൽ ലയിക്കണമെങ്കിൽ എത്ര യാത്രകൾ കടന്നു പോകണം?
തൻ്റെ ആ ഒരു ജീവഭാവത്തിൽ നിന്ന് ആ ഒരു അപരഭാവത്തിൽ, അതായത് തൻ്റെ ആ ഒരു അനാഹത ചക്രത്തിലെത്തി വിശ്വപ്രേമം, സാമുദായികമായിട്ടുള്ള യാതൊരു വ്യക്തി ചിന്തകൾ, അഭേദ ഭാവനകളില്ലാതെ ആ കാണിച്ചു തരുന്ന ശബരീശ തത്വം പിന്തുടരുന്ന ഒരു വ്യക്തി ഊർധ്വമണ്ഡലത്തിലെത്തി തൻ്റെ യാത്ര അവസാനിപ്പിച്ച് ആ ശബരീശനിൽ ലയിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഒരു ജീവ പരമാത്മ ഐക്യമാണ് തത്വമസി മഹാവാക്യത്തിൻ്റെ ലക്ഷ്യമാണ് ആ ഒരു മഹത് ചൈതന്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അതായിരിക്കണം ഓരോ വ്യക്തിയുടെയും ജീവിത ലക്ഷ്യം. അതിലൂന്നുന്ന ഒരു വ്യക്തിയും ഇന്ന് ഈ നമ്മൾ റോഡുകളിൽ കാണുന്ന ആ ശബരീശ പീഠത്തിലിരിക്കുന്ന മഹാശക്തിയെ ഈ റോഡിലെ ചർച്ചയ്ക്ക് കൊണ്ടുവരില്ല. അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയുമാണ് ഇത് അറിയേണ്ടത്. ആ വ്യക്തിയിലാണ് മാറ്റം സംഭവിക്കേണ്ടത്. അങ്ങേക്ക് അതിനുള്ള സാഹചര്യങ്ങൾ, അതായത് ആധ്യാത്മികമായി അന്വേഷിക്കാൻ സാഹചര്യങ്ങൾ ലഭിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളല്ല ഉള്ളത്. അവർ പലപ്പോഴും കേട്ട് വളരുന്നത് അല്ലെങ്കിൽ അവർ പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക സമൂഹത്തിൽ പ്രചരിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ചിന്ത തന്ത്രിക്ക് അങ്ങനെ ഒരു പരമാധികാരം കൊടുക്കണോ, അതല്ലെങ്കിൽ സ്ത്രീകൾ കയറിയാൽ ക്ഷേത്രം, ഇതൊക്കെ വളരെ സാറിന്റെ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് നൽകുന്ന ആ ഒരു പാരമ്പര്യത്തിൽ ഒരു വ്യക്തി പഠിച്ചതിന് ശേഷം, അറിവുണ്ടായതിനു ശേഷം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം. അല്ലാതെ വെറുതെ തന്ത്രിക്ക് എന്ത് അധികാരം, എന്ത് അനുഷ്ഠാനങ്ങൾ, എന്ത് ആചാരങ്ങളെന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്കിത് പറയില്ല. അതിന് എന്തുമാത്രം സൗകര്യങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അതിന് ഉപയോഗപ്പെടുത്തേണ്ട സമയത്തിന് പകരം നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ സമയം തെരുവുകളിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. മറ്റുള്ളവരെ ബോധവൽക്കരിക്കുന്നതിനേക്കാളും ആത്മജ്ഞാനം നേടി ഈ ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്തുന്നതല്ലേ ഓരോ ജീവന്റെയും ലക്ഷ്യം. അതൊരു ശരിയായ തീരുമാനമാണോ? കാരണം ഒരു പൊതുസമൂഹം സംശയത്തിലാണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉത്തരം എനിക്ക് ലഭിച്ചു എന്ന് കരുതി നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ശരിക്കും രണ്ട് രീതിയിലാണ്. ആത്മീയമായ കാര്യത്തിൽ, അതായത് പാരമാർത്ഥിക സത്യം, വ്യാവഹാരിക സത്യം, രണ്ടെണ്ണുണ്ട്. എല്ലാത്തിലും അധികം അതുണ്ട്. പാരമാർത്ഥിക ജ്ഞാനം, വ്യാവഹാരിക ജ്ഞാനം, പാരമാർത്ഥിക കർമ്മം, വ്യാവഹാരിക കർമ്മം, പാരമാർത്ഥിക ഭക്തി, വ്യാവഹാരിക ഭക്തി. ഇതിൽ പാരമാർത്ഥികം മുഴുവനും എക്സ്പീരിയൻഷ്യൽ നോളജാണ്. അനുഭവത്തിൻ്റെ തലത്തിൽ വളരെ നന്നായിട്ട് വിവരിച്ചു. അത് ഒരു ജർക്കും ഇല്ലാതെ വിവരിച്ചപ്പോൾ അത് അനുഭവത്തിൻ്റെ തലത്തിൽ തന്നെയാണ് വിവരിച്ചത്. അപ്പോൾ പാരമാർത്ഥിക കാര്യങ്ങളെല്ലാം വിദ്യാംച അവിദ്യാംച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാമൃത്യം തീർത്വാ വിദ്യയാമൃതമശ്നുതി. ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന സത്യം യജുർവേദത്തിൻ്റെ 40-ാം അധ്യായത്തിലെ 9-ാമത്തെ മന്ത്രത്തിൽ പറയുന്നതാണിത്. അതിൽ വിദ്യ എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ്, അവിദ്യ എക്സ്റ്റേണൽ എക്സ്പെരിമെൻറ്റബിൾ സയൻറ്റിഫിക് നോളജ്, ഭൗതികമായിട്ടുള്ളത്. അവിദ്യയാമൃത്യം തീർത്തുക. അപ്പോൾ അവിദ്യ സയൻറ്റിഫിക് നോളജ് വേണ്ടെന്നല്ല, ജീവിതത്തിലെ സർവ്വ ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും ഈ സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റൽ നോളജ് കൊണ്ട് അതിജീവിച്ച് വിദ്യയാമൃതമശ്നുതി, സ്പിരിച്വൽ നോളജ് കൊണ്ട് അനുഭൂതിയുടെ പരമ ലെവലിലേക്ക് എത്തുക. ശരിക്കും ഈ ജാതി സമ്പ്രദായത്തിനെ കുറിച്ച് കൂടി ഒരു വരി പറയാം. ശരിക്കും നമ്മൾ ജന്മനാൽ ജായതേ ശൂദ്രനിൽ നിന്ന് വ്യാവഹാരിക ലോകത്തിലേക്ക്, വൈശ്യനിൽ നിന്ന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ക്ഷത്രിയനിൽ നിന്ന്, ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് സന്യാസി, പിന്നെ ഋഷി, പിന്നെ മഹർഷി, പിന്നെ ഹംസ ഋഷി, പിന്നെ പരമഹംസ ഋഷി, ലാസ്റ്റ് പരമഹംസ പരിവ്രാജക ഋഷി. ആ ലെവലിലെത്തുമ്പോഴാണ് ന മന്ത്രം, ന തന്ത്രം, ന ധ്യാനം, ന ശയനം, ന യജ്ഞോപവീതം, ന ദണ്ഡം, ന ശിഖ. ആ ലെവലിലേക്ക് എത്തിയാൽ രമണ മഹർഷിയെ പോലെ കോണ കൊടുത്ത് നടന്നാൽ മതി. അവിടെ എത്തുന്നത് വരെ കോണ കൊടുത്തുകൊണ്ട് പാപ്പനംകോട് കൂടെ നടന്നാൽ ചിലപ്പോൾ പോലീസ് പിടിച്ചകത്തിടും. അപ്പോൾ ഭൗതികമായിട്ടുള്ള അവിദ്യ, അതിലൂടെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അറിയാൻ പാകത്തിന് ആർക്കും ചോദ്യം ചോദിക്കാൻ പെർമിഷൻ ഉണ്ട്. ആ ശിക്ഷായൈ പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം, ചോദ്യം ചോദിക്കാനായിട്ട് വരും എന്നുള്ളതാണ്. 2 വാക്കുകളുണ്ടല്ലോ. രാവിലെ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം, രാവിലെ 2 ഗ്ലാസ് വെള്ളം അടിക്കണം. എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കണമെന്നും ചോദ്യം ചെയ്യണമെന്നും രണ്ടും രണ്ടാണ്. ചോദ്യം ചെയ്യൽ നെഗറ്റീവാണ്, ഡിസ്ട്രക്റ്റീവാണ്. ചോദ്യം ചോദിക്കൽ കൺസ്ട്രക്റ്റീവാണ്. അതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞ പോലെ വളരെ നന്നായിട്ട് ചോദ്യം ചോദിക്കാനും അനുഭവത്തിൻ്റെ തലത്തിൽ എത്തുന്നതിന് മുമ്പ് ഏത് ചോദ്യങ്ങളും ചോദിക്കാൻ, കൺസ്ട്രക്റ്റീവായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അനുഭവത്തിൻ്റെ തലത്തിൽ എത്തിയാൽ പിന്നെ അവർക്ക് ചോദ്യം ഉണ്ടാവില്ല, അകത്തു നിന്ന് തന്നെ ഉത്തരം ലഭിക്കും. അയ്യപ്പ ശരണം. ആ നിർമ്മലമായ ഭക്തി അടുത്ത ഉമ പറഞ്ഞതുപോലെ അത് അമ്മമാരാണ് പകർന്നു കൊടുക്കുക. ഒരു വീട്, ഭാരതീയമായിട്ടുള്ള കുടുംബസങ്കല്പവും വിദേശീയരുടെ കുടുംബസങ്കല്പവും വ്യത്യാസമുണ്ട്. അപ്പോൾ ചരിത്രബോധവും
സാംസ്കാരികമായിട്ടുള്ള അവബോധവുമുള്ള തലമുറയുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ നശിച്ചു വരുമ്പോൾ നമുക്കിപ്പോൾ തോന്നുന്ന ഒരു ചിന്താവിഷയം, ഇത് രണ്ടും ഇല്ലാത്തൊരു തലമുറയാണോ നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയാണോ നമുക്ക് ആവശ്യം, നമ്മുടെ വിശ്വാസങ്ങളുടെ നെഞ്ചത്ത് കയറി ഗ്വാ വിളിക്കുന്ന ഒരു തലമുറയാണോ നമുക്ക് ആവശ്യം. ദേവചൈതന്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വന്നിച്ച് ബഹുമാനിച്ച് ആരാധിച്ച് ജീവിക്കേണ്ട ഒരു ചൈതന്യമാണ്. ആ ചൈതന്യത്തിലേക്ക് നമ്മെ എത്തിച്ച ആളാണ് തന്ത്രിയെ അതിലേറെ ബഹുമാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴും ഈശ്വരനുമായി ചേർന്ന് നിൽക്കുന്ന സാത്വികമായ ഭാവത്തെയാണ് നമ്മൾ തന്ത്രിവര്യനായിട്ട് കണ്ടിട്ടുള്ളത്. ആ തന്ത്രിവര്യനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി വിശ്വാസങ്ങളും ചരിത്രങ്ങളും നമുക്കുണ്ടല്ലോ. വൈക്കം മഹാക്ഷേത്രത്തിൽ മേക്കാട്ടില്ലക്കാർക്കായിരുന്നു തന്ത്രം. അങ്ങനെ അവർ മാത്രമേ ചെയ്തുകൊണ്ടിരുന്നത്. വൈക്കം മഹാക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഉത്സവകാലത്ത് ഉത്സവബലി നടക്കുകയാണ്. ഉത്സവബലി നടക്കുമ്പോൾ ബലി തൂവിക്കൊണ്ട് പോകുമ്പോൾ, മേക്കാട്ട് നമ്പൂതിരിയാണ് തന്ത്രി, അദ്ദേഹം ബലി തൂവിക്കൊണ്ട് പോകുമ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങൾ ഇങ്ങനെ വായും വളർന്ന് അടുക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം വല്ലാതെ പരിഭ്രാന്തനായി. ഇത് ഞാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, എന്താ ചെയ്യാന്ന് നോക്കിയപ്പോൾ അവിടെ അകത്ത് ജപിച്ചുകൊണ്ടിരിക്കുന്ന ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ടു. വേഗം അദ്ദേഹത്തോട് സഹായം ചോദിച്ചു. എങ്ങനെയെങ്കിലും വരണം, എങ്ങനെയെങ്കിലും ഇവർ തൃപ്തരാക്കണം എന്ന് പറയും. അങ്ങനെ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിയും കൂടെ വന്നിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ച് ഈ ഉത്സവബലി പൂർത്തിയാക്കി എന്നൊരു കഥയുണ്ട്. അപ്പോൾ അതോടുകൂടി ആ വൈക്കത്ത് അമ്പലത്തിലെ തന്ത്രം ഇദ്ദേഹം സ്വമേധയാ പങ്കുവെച്ചതാണ് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിയായിട്ട്. അങ്ങനെ ഇന്നും അതേപോലെ രണ്ടുപേരാണ് അവിടെ തന്ത്രം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ കഥ ആലോചിക്കാൻ കാരണം എന്താ വെച്ചാൽ, അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരിക്കാൻ യോഗ്യത ഇല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കണം, ഒഴിഞ്ഞു പോയില്ലെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കണം. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നാടുവാഴികളോ സാമൂതിരിമാരോ, അദ്ദേഹം നേരത്തെ പറഞ്ഞ സാമൂതിരിമാർ, തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അധികാരികളായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഒരു പ്രധാന കാര്യമുണ്ടായിരുന്നു, അവരൊക്കെയും ആ ഈശ്വരനിൽ സ്വയം സമർപ്പിക്കുകയും ഈശ്വരൻ്റെ ദാസന്മാരായി നിന്ന് ഭരിക്കാൻ ആഗ്രഹിച്ചിരുന്നവരുമാണ്. അതല്ലാതെ ക്ഷേത്രവിശ്വാസങ്ങൾക്കെതിരെ നിന്നവർ എപ്പോഴും ക്ഷേത്രത്തെ ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഭരണ സംവിധാനവുമായി ചേർന്ന് നിൽക്കുന്നവർ ഈശ്വരനെ അറിയുന്നവരോ ഈശ്വരവിശ്വാസമുള്ളവരോ ആയിരിക്കണം. അങ്ങനെ അല്ലാത്തുള്ള ചരിത്ര സംഭവങ്ങൾ എന്തെങ്കിലും അങ്ങേക്ക് പറയാനാകുമോ? ശബരിമലയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ അയ്യപ്പൻ പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്നത് കാവൽ ദൈവമായിട്ടാണ്. നായാടവല്ലും ചേകോനുമായ അയ്യപ്പനാണ് എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ യുദ്ധദേവതയാണ്. അതുകൊണ്ടാണ് രക്ഷിതം കേരളം രാജ്യം ഭാർഗവേന പ്രതിഷ്ഠിതം എന്ന് പിൽക്കാലത്ത് പറഞ്ഞു വെച്ച കേരളോൽപ്പത്തി കഥാന്തരങ്ങളിൽ ഈ അയ്യപ്പനെ അല്ലെങ്കിൽ ശാസ്താവിനെ പോലും ഇങ്ങനെ രക്ഷാദേവതയായി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ രക്ഷാപുരുഷന്മാരായി കാവലാളന്മാരായി മഹാജനനായകന്മാരെ അവരോധിക്കുകയും ആ മഹാജനനായകന്മാർ അവരുടെ കേന്ദ്രീകൃതമായ അധികാരവും പിന്നീട് അവരുടെ കീഴിൽ വരുന്ന പല തരത്തിലുള്ള യുദ്ധമേഖല, ആരാധനാ മേഖല, സംരക്ഷണ മേഖല എന്നിങ്ങനെയുള്ള പല തരങ്ങളിൽ, ചതുർവിധ പ്രോക്തമല്ല 64 തരത്തിലുള്ള ക്രമീകരണങ്ങളുണ്ട്. അത് വിശദീകരിക്കുന്ന തമിഴ് ഗ്രന്ഥങ്ങളുണ്ട്, തമിഴ് പാടലുകളുണ്ട്. അപ്പോൾ സംസ്കൃത സാഹിത്യത്തിന് സമാന്തരമായ വികാസം പ്രാപിച്ചുള്ള തമിഴ് സാഹിത്യത്തിൻ്റെ പഴമകളിൽ നിന്ന് നമ്മൾ അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കിഴാരന്മാരിലൂടെ, ഗ്രാമമുഖ്യന്മാരിലൂടെ തങ്ങളുടെ മന്ത്രങ്ങളുടെ കീഴിൽ വളർന്ന് വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു ജനാധിപത്യപരമായ പ്രക്രിയയാണ് കാണുന്നത്. അവിടെ എങ്ങനെയാണ് ഈ പൂജാരിമാരുണ്ടായിത്തീരുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ കാളി അഥവാ കൊറ്റവൈ എന്ന അക്കാലത്ത് അറിയപ്പെടുന്ന ദേവതകളുണ്ട്. അപ്പോൾ കാളിക്ക് കിടാവിനെ വെട്ടി, അപ്പോൾ അക്കാലത്ത് ബലിയുണ്ട്, പിൽക്കാലത്തും ബലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബലിദേവതകളായ ദേവതകളെ നിണം കൊടുത്ത് പ്രീതിപ്പെടുത്തി അപ്പോൾ ഭൂമിയെ പ്രീതിപ്പെടുത്തുന്നുണ്ട്. പ്രാചീനങ്ങളായ തമിഴ് രീതികളും പുതിയതായ പിൽക്കാലത്തെ സംസ്കൃത രീതികളും അല്ലെങ്കിൽ സംസ്കൃതീകരിക്കപ്പെട്ട രീതികളുമായി ചേർത്ത് കൊണ്ട് വേണം, അതൊരു സമന്വയമാണ്. അതുകൊണ്ടാണ് ശബരിമലയെ സമന്വയത്തിൻ്റെ സന്നിധാനം എന്നൊക്കെ പിൽക്കാലത്തെ എഴുത്തുകാരന്മാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന തന്ത്രിമാർ അപ്പോൾ കേരളത്തിലെ പ്രാചീനകാല ആരാധനാക്രമങ്ങളും കേരളത്തിലെ പിൽക്കാലത്തെ ആരാധനാക്രമങ്ങളും വന്നുചേർന്ന മതങ്ങളും എല്ലാം കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു സമ്മിശ്രമായ ആരാധനാ സമ്പ്രദായം ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ചരിത്രപരമായി തെളിയിക്കപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള തന്ത്രിമാരെ പലപ്പോഴും മാറ്റിയിട്ടുണ്ട്. 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, തൃക്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ശിലാശാസനമുണ്ട്. ആ ശിലാശാസനത്തിൽ അത് എഴുതിയിരിക്കുന്ന ആൾ ദേവൻ തിരുകുമാരൻ എന്ന് പറയുന്ന ആളാണ്. ദേവൻ തിരുകുമാരൻ അഥവാ ശ്രീകുമാരൻ എഴുതിയിരിക്കുന്നത്
ആ തൃക്കുന്നപ്പുഴ ക്ഷേത്രത്തിലെ തന്ത്രിയെ മാറ്റാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം ദക്ഷിണാവധത്തിലെ തന്നെ ഏറ്റവും പ്രഖ്യാതമായ ക്ഷേത്രമാണ് തൃക്കുന്നപ്പുഴ. അത് കടലിൽ നിന്ന് കിട്ടിയ വിഗ്രഹമാണ്. അത് പ്രതിഷ്ഠിച്ച തന്ത്രിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ആ തന്ത്രിക്ക് അത് ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തന്ത്രിയെ ഗ്രാമകിഴാറന്മാർ മാറ്റുകയാണ്. അത് നെയ്തൽ നിലത്തിലെ ദേവതയാണ് എന്ന് പറഞ്ഞാൽ കടപ്പുറത്തെ ദേവതയാണ്. അതോടൊപ്പം തന്നെ കവിയൂർ ക്ഷേത്രം അക്കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികളായിരുന്ന വിലക്കിലി നമ്പൂതിരിമാർ, സിവിൽ കേന്ദ്രമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന വിലക്കിലി നമ്പൂതിരിമാർ അവരുടെ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ദക്ഷിണാഭാഗത്തിലുണ്ടായിരുന്ന 64 നമ്പൂതിരി ഗ്രാമങ്ങളിൽ 32 കേരളത്തിലാണ്. ആ 32 ഗ്രാമങ്ങൾ തന്നെ പരസ്പരം കുടിപ്പകയുണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്രാമക്കാർ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ട് വിലക്കിലി നമ്പൂതിരി സ്വാധീനത്തിന് വശംബദ്ധനായിക്കൊണ്ട് കവിയൂർ ക്ഷേത്രത്തിലെ തന്ത്രിയെ മാറ്റാൻ ശ്രമിക്കുകയും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെ രേഖപ്പെടുത്തും. മംഗലത്ത് നാരായണനും കിരീട്ടനും ചേർന്ന് കവിയൂർ ക്ഷേത്രത്തിലേക്ക് കൊടുത്ത 12,000 പറ ലഭിക്കുന്ന നെല്ല് ലഭിക്കുന്ന ഒരു പുരയിടത്തിൻ്റെ തീറാധാരവുമായി ബന്ധപ്പെട്ടാണ് ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കാലാനുസൃതമായ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ തന്ത്രി അയോഗ്യനാണെന്ന് കണ്ടാൽ മാറ്റാം. പക്ഷേ തന്ത്രി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അംഗീകരിക്കണം എന്നതാണ് അലിഖിതമായ നിയമമാണ്. ഈ തന്ത്രി ആവാഹിക്കുന്നതിന് മുമ്പ് ഒരു സത്യപ്രതിജ്ഞയുണ്ട്. ശതധാരമുത്സമക്ഷീയമാണം വിവശ്ചിതം പിതരം അച്ഛൻ്റെ സ്ഥാനം പിത്രോരുപസ്ഥേ തം രോദസി പിവൃതം സത്യവാചം. ഇടത്തെ കൈ നെഞ്ചത്ത് വെച്ച് പീഠത്തിൽ തൊട്ട് കണ്ണടച്ച് ഞാനിതാ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്, പിതൃസ്ഥാനീയനായ ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പൂജയും ആവാഹനമൊക്കെ ആരംഭിക്കുന്നത്. ആ വാക്കുകൾക്കും വരികൾക്കും അതിൻ്റെ പുറകിലുള്ള സന്ദേശങ്ങൾക്കും ആത്മീയതയുടെ മാത്രമല്ല, ആ വാക്കിനകത്തെ ലീഗൽ സ്പിരിച്വൽ നേരത്തെ പറഞ്ഞ മാതിരി കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് മെസ്സേജാണ് അതിനകത്തുള്ളത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇവർക്കത് അറിഞ്ഞുകൂടാ, ദൈവാനുഗ്രഹം കൊണ്ട് ഇവരെ ആരും പഠിപ്പിക്കില്ല. ഇവരുടെ രണ്ടുപേരുടെ അനുഗ്രഹം കൊണ്ട് ഇവരുടെ മനസ്സ് വിപരീതമായ സ്ഥിതിക്ക് പറഞ്ഞാലൊട്ട് ഏൽക്കുകയില്ല. കോൺട്രാക്റ്റാണ്, എല്ലാ അർത്ഥത്തിലും കോൺട്രാക്റ്റാണ്. ദേവനും സമൂഹവും തന്ത്രി ഇടനിലക്കാരനായി ദേവനും സമാജവും തമ്മിൽ ഉടമ്പടിയാണ്. ദേവന് വേണ്ട രക്ഷ സമൂഹം ചെയ്യെങ്കിൽ സമൂഹത്തെ രക്ഷിക്കാൻ ദേവൻ ഒരുക്കമായിരിക്കും എന്ന ഉടമ്പടിയാണ്. തന്ത്രിയാണ് അതിന്റെ മധ്യസ്ഥൻ. അയ്യപ്പ ശരണം. തീർച്ചയായിട്ടും ഗോപകൃഷ്ണൻ സാർ പറഞ്ഞ പോലെ സത്യം, നിഷ്ഠ, കടപ്പാട്, കമ്മിറ്റ്മെൻറ്റ്, സത്യസന്ധത ഇതൊക്കെ ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ ഇതോടുകൂടി ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങാൻ പ്രാപ്തിയുള്ളവർക്കാണ് ഇതൊക്കെയും പെട്ടെന്ന് മനസ്സിലാകുക. അല്ലാത്തവർക്ക് എപ്പോഴും സംശയത്തിൻ്റെ നിഴലുണ്ടാകും. സംശയത്തിൻ്റെ നിഴലുണ്ടാകുന്നിടത്ത് നമ്മൾ യഥാർത്ഥ സത്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും അസത്യത്തെ സത്യമെന്ന് വിശ്വസിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്ത്രിക്ക് പരമാധികാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഈശ്വരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ദൈവസങ്കല്പവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർമ്മങ്ങളിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആചാരങ്ങളിൽ ഉള്ള പരമാധികാരമാണ് ഉദ്ദേശിക്കുന്നത്. ആ പരമാധികാരത്തിന് പ്രാപ്തിയുള്ള വ്യക്തികളെയാണ് കാലാകാലമായി അത്തരത്തിലുള്ള കർമ്മങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ പരമാധികാരത്തെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശം അതുമായി ബന്ധപ്പെട്ടല്ലാതെ ആചാരപരമായി അല്ലാതെ അതിന് പുറത്ത് നിൽക്കുന്നവർക്കില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തായിരുന്നു പണ്ട് നമ്മുടെ സമാജത്തിലുള്ള ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ സ്ഥാനം എന്തായിരുന്നു? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ സ്ഥാനം ആചാരകാര്യങ്ങളിൽ തർക്കം വന്നു കഴിഞ്ഞാൽ അതിൽ അവസാന വാക്ക് പറയേണ്ട ആളെന്നുള്ളതായിരുന്നു ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ സ്ഥാനം. ബ്രാഹ്മണ സമാജത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തമ്പ്രാക്കൾ എന്ന് വിളിക്കുന്ന പതിവ് കേരളത്തിൽ വേറെ എവിടെയില്ല. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് ഈ സ്ഥാനം എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുറജപത്തിൽ നേരിട്ട് പോയി ക്ഷണിക്കേണ്ട, അതായത് കത്ത് കൊടുത്ത് ക്ഷണിക്കേണ്ട അല്ലെങ്കിൽ ആളെ വിട്ട് ക്ഷണിക്കേണ്ട, അങ്ങനെ ഓരോ പദവിയുണ്ട്. മഹാരാജാവ് നേരിട്ട് പോയി ക്ഷണിക്കേണ്ട ഒരേ ഒരു കുടുംബം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ്. അതേപോലെ തന്നെ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ ഇദ്ദേഹത്തിൻ്റെ അവർക്ക് തിരുമുൽപ്പാടിൻ്റെ പട്ടാഭിഷേകത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ നടത്തേണ്ടത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ്. സാമൂതിരിയുടെ തട്ടകത്തിലാണെങ്കിലും നിർണായകമായിട്ടുള്ള സ്ഥാനവും സ്വാധീനവും ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്കാണ്. തിരുവിതാംകൂറിലായാലും തിരുക്കൊച്ചിയിലായാലും മലബാറിലായാലും ഒരേ സമയം ബ്രാഹ്മണ സമാജത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങളിൽ അവസാന വാക്ക് പറയാനുള്ള അധികാരം, അതായത് ഇവർ വിഷയത്തെ സംബന്ധിച്ചൊരു തർക്കം ഉണ്ടാവുകയാണ്. ആ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് അഭിപ്രായം വന്നു. അതിൽ ഒരു യോജിപ്പ് ഉണ്ടാവുന്നില്ലെങ്കിൽ അതിലെ കാസ്റ്റിംഗ് വോട്ട് നടത്തേണ്ടത് അല്ലെങ്കിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ആരായിരുന്നു? അപ്പോൾ അതിനൊരു സമാജം ഉണ്ടായിരുന്നു, അതിനൊരു ആചാര്യ സഭയുണ്ടായിരുന്നു. ആചാര്യ സഭയിൽ ഓരോരുത്തർക്ക് സ്ഥാനം ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ വാക്കിന് എത്രയാണ്, അതായത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ വാക്കിന് 3 തൂക്കമാണെങ്കിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വാക്കിന് 2 തൂക്കം, ഇവരുടെ വാക്കിന് 1 തൂക്കം, അങ്ങനെ ആളുകളുടെ വാക്കിനുള്ള തൂക്കം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയിലൂടെയാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇവിടെ നമുക്ക്
എന്തുകൊണ്ടാണ് ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നത്? ഇവിടെ ഇപ്പം അത്തരത്തിലൊരു ആചാര്യ സഭയില്ലാതെയായി എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ, തന്ത്രി സ്ഥാനം ഒഴിയണ്ടേ, വേറെ തന്ത്രീനെ വെക്കണ്ടേ, തന്ത്രീനോട് മാറ്റി വേറെ ആളെ വെച്ചാൽ മാത്രം മതിയോ? ഈ തന്ത്രം കൊടുക്കണ്ടേ? ഈ തന്ത്രം എന്നത് ഈ തന്ത്രിക്ക് അറിയുന്ന രഹസ്യവിദ്യയല്ലേ, ഇത് പരസ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ. ഈ തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ആരാധനാ പദ്ധതി നിർവഹിക്കാനുള്ള ഗുപ്തവിദ്യ എന്താണോ, അതിൻ്റെ പൂജാവിധി എന്താണോ, മന്ത്രം എല്ലാവർക്കും അറിയുണ്ടാവും, ശ്ലോകം എല്ലാവർക്കും അറിയുണ്ടാവും, മുദ്ര എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷെ അതിൻ്റെ സങ്കല്പം എന്താണ്, അതിൻ്റെ ഭാവം എന്താണ്? ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പൻ എന്ന ഭാവത്തിലാണ് പൂജിക്കുന്നതെന്ന് പറയുന്നു. അയ്യപ്പൻ്റെ പൂജാ തന്ത്രം ഏത് തന്ത്രസമുച്ചയത്തിലുള്ളത്? തന്ത്രസമുച്ചയത്തിലില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തന്ത്രഗ്രന്ഥത്തിൽ ഉണ്ടാവില്ല. എന്നാൽ അത് താഴ്മൺ മഠം എത്രയോ നൂറ്റാണ്ടുകളായി പകർന്ന് അനന്തര തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഗൂഢവിദ്യയായി, രഹസ്യവിദ്യയായി, ഗുപ്തവിദ്യയായി കൈമാറി പോകുന്നതാണ്. മേൽശാന്തിക്ക് പോലും തന്ത്രം അറിയുണ്ടാവില്ല, തന്ത്രിക്ക് മാത്രമേ തന്ത്രം അറിയുള്ളൂ. അപ്പോൾ ഈ തന്ത്രം മാറ്റി വേറൊരു തന്ത്രീനെ വെക്കാന്ന് പറയുമ്പോൾ ഈ രണ്ടാമത് വരുന്ന ആൾക്ക് ഈ പൂജ നടത്താൻ പറ്റണ്ടേ, അതിന് ഈ തന്ത്രം കൊടുക്കണ്ടേ? അപ്പോൾ തന്ത്രം പിടിച്ചു വാങ്ങി കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ, ഇവരുടെ കൂടി സമ്മതത്തോടു കൂടിയല്ലേ അത് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ സമ്മതത്തോടു കൂടി അത് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവരെ പറഞ്ഞത് ബോധ്യപ്പെടുത്താനും ഇവരെ കൊണ്ട് അത് സമ്മതിപ്പിക്കാനും ഒരു സംവിധാനം വേണ്ടേ? അപ്പോൾ അതിന് ആ കാലത്ത് ഒരു തർക്കം ഉണ്ടായാൽ അത് ചർച്ച ചെയ്യാനും ആ ചർച്ചയിലൂടെ ഒരു തീരുമാനം എടുക്കാനും, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റവരെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണ്? ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന അധികാരികളെ, അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഓരോന്നോരോന്നായി ഇല്ലാണ്ടിയാക്കി. ആദ്യം ബ്രാഹ്മണ സമാജത്തെ മുഴുവൻ ആക്രമിച്ച് മറ്റേ ബ്രാഹ്മണ്യമാണ്, ഹെജിമണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മുഴുവൻ എന്തോ സമൂഹത്തിലെ എന്തോ ദുഷ്ടന്മാരാണ്, ക്രൂരന്മാരാണ്, മറ്റുള്ളവരെ മുഴുവൻ ചൂഷണം ചെയ്യുകയാണ്, അത്തരത്തിലാക്കി. ഇതേപോലെ ഈ ആചാര്യന്മാരെ, സന്യാസിമാരെ, നമ്മുടെ ഗുരു പരമ്പരയെ, ഇവരെ മുഴുവൻ ഓരോരുത്തരായിട്ട് ആക്രമിച്ചില്ലാണ്ടിയാക്കി. അങ്ങനെ ഈ ഡിഫൻസ് മെക്കാനിസം ഇല്ലാണ്ടിയായപ്പോൾ എന്താ പറയുക, പ്രതിരോധം നഷ്ടപ്പെട്ട ക്ഷേത്രത്തെ ഇപ്പം നേരിട്ട് ആക്രമിക്കുകയാണ്. ഇതിന് വേണ്ട ആധികാരികമായി സംസാരിക്കാൻ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഉള്ള ആളുകളുടെ എല്ലാം വിശ്വാസ്യത എത്രയോ കാലം കൊണ്ട് ഇവർ ഇല്ലാണ്ടിയാക്കി എടുത്തതാണ്. ഇവിടെ ഉള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടായപ്പോൾ സമാജത്തിന് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്ന ആചാര്യന്മാരില്ല. മതേതര സർക്കാരുകളാണ് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ, മതേതര സർക്കാരുകളാണ് മതസ്ഥാപനങ്ങളുടെ കാര്യങ്ങളിൽ അവസാന വാക്ക് പറയുന്നത്, തീരുമാനം എടുക്കുന്നത്. അത് വിശ്വാസിക്ക് കേൾക്കേണ്ട ബാധ്യതയില്ല. നേരെ തിരിച്ച് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നത്തിന് ഇത്തരത്തിലൊരു പരിഹാരം വേണം, അതിന് തന്ത്രം ഇത്തരത്തിൽ കൈമാറേണ്ടതുണ്ട് എന്ന് ഹിന്ദു സമാജത്തിലെ ഒരു ആചാര സഭയാണ് തീരുമാനമെടുത്തിരുന്നതെങ്കിൽ, അതിനൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ നമ്മളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ നമ്മളെ തകർക്കാനോ നമ്മളോടുള്ള ശത്രുത കൊണ്ടോ എടുത്തൊരു തീരുമാനമാണെന്നുള്ള സംശയം അവിടെ ഉണ്ടാവുമായിരുന്നില്ല. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തു. ഞാൻ പറഞ്ഞു, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിൽ ഓരോ പ്രാദേശിക സമാജങ്ങളുണ്ടായിരുന്നു, ഈ സമാജങ്ങളെ മുഴുവൻ ഇല്ലാണ്ടിയാക്കിയില്ലേ? അതിനുശേഷം ഇതിനെ മുഴുവൻ ഈ മതേതര സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവന്നാൽ ഇപ്പം ഇവരുടെ വാക്ക് അനുസരിക്കേണ്ട ബാധ്യത ഇല്ലാണ്ടായി. ഇപ്പം എന്താണെന്ന് വെച്ചാൽ 1950 ശേഷം ഇവിടെ ഭരണഘടന നിലയിൽ വന്നതിന് ശേഷം ഇതിന് നിയമത്തിൻ്റെ ഒരു സംവിധാനമുണ്ട്. ഇനിയിപ്പം നമ്മൾ മറ്റെന്തൊക്കെ മാറ്റിവെച്ചാലും ഇതിന് നിയമത്തിൽ തന്നെ ഈ പറയുന്ന ക്ഷേത്രത്തിന് ഡയറ്റിക്ക് ഒരു ലീഗൽ പേഴ്സൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്. ഡയറ്റി ക്ഷേത്രത്തിലെ മൂർത്തി എന്നതൊരു ജുറിസ്റ്റിക് പേഴ്സണാണ്. എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും ജുറിസ്റ്റിക് പേഴ്സണാണ്. തന്ത്രിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. താന്ത്രികാവകാശം ഒരു ഹെറിഡിറ്ററി പൊസിഷനായിട്ട് കൈമാറി വരുന്നതാണ്. ഇനിയിപ്പോൾ അതിനെയൊക്കെ വകവെക്കാതിരിക്കാൻ നിവൃത്തിയില്ലേണ്ടിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു നിമിഷം ശങ്കിക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. ആ ശങ്കകൾ മാറ്റിവെക്കുക. തന്ത്രിക്ക് പരമാധികാരം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള മറ്റൊരു ചോദ്യത്തിന്, വേറൊരാളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനേക്കാളൊപ്പം തനിയെ തീരുമാനിക്കുക. അതായത് ജീവാത്മാവ് ആയ നാം പരമാത്മാവിലേക്ക് അടുക്കുവാൻ ഒരു ഗുരുവിൻ്റെ മാർഗം വേണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ നിഷ്ഠകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. അത്തരം സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നേയില്ല. തന്ത്രി യോഗ്യനാണെങ്കിൽ തീർച്ചയായും ആ പരമാധികാരം ഉപയോഗിക്കുക തന്നെ വേണം. അതുതന്നെയാണ് അതിൻ്റെ അവസാന മറുപടി.